ഹായ് ഗൈസ്, മാന്താർമ ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമ എന്ന് വെച്ചാൽ ജനനായകനും രാജസഭ. ഈ രണ്ട് ചിത്രങ്ങളാണെങ്കിലും പക്ക ക്ലാഷ് വരുവാണ് ജനുവരി 9-ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനനായകനാണെങ്കിൽ ദളപതി വിജയുടെ ലാസ്റ്റ് സിനിമയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ആകാതിരിക്കട്ടെ. പിന്നെ നമ്മുടെ രാജസഭ എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാസിന്റെ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വിന്റേജ് പ്രഭാസിനെ അവർ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള രീതിക്കാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടറൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പ്രഭാസിന്റെ ഫാൻസുകാർക്കൊക്കെ ഭയങ്കര ഒരു ട്രീറ്റ് ആകാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇതൊരു ഹൊറർ കോമഡി സിനിമയാണ്. ഇതിന്റെ ട്രെയിലറൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിലറൊക്കെ കണ്ടിട്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. എന്തായാലും നമുക്ക് സിനിമ കാണും, പക്ഷെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നല്ല കോമഡിയൊക്കെയുള്ള ആക്ഷനൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലം പടമായിരിക്കും. അതുപോലെ തന്നെ ജനനായകന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജനനായകൻ പക്ക ആക്ഷൻ പടമാണെന്നുള്ള കാര്യത്തിന് ഡൗട്ടുമില്ല. അവരെ പൊളിറ്റിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും എല്ലാ എലമെന്റ്സും അടങ്ങിയ ഒരു പക്ക വിജയ് പടമാണെന്ന് തന്നെയാണ് എച്ച് വിനോദ് പറഞ്ഞിരിക്കുന്നത്. തിയേറ്ററിൽ വന്ന് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ആ ഒരു പടത്തിൽ കാണും. പിന്നെ ഇപ്പം നിലവിൽ പറയുന്നത് വിജയുടെ ലാസ്റ്റ് സിനിമ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പവറും ആ ഒരു സിനിമയ്ക്ക് കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ നമ്മുടെ ഇതിലെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ് വരുന്നതാണ്. അതും രണ്ട് ബിഗ് സ്റ്റാർസ് ആണ്. നമ്മുടെ പ്രഭാസിന്റെ കാര്യമാണെങ്കിൽ ബാഹുബലി കഴിഞ്ഞ് പ്രഭാസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കണ്ട് ഇങ്ങനെ പോയിരിക്കുന്നത്. വിജയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പുള്ളിയുടെ പ്രൈം ടൈമിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ രണ്ട് ലെവലുള്ള ആൾക്കാരുടെ സിനിമയുടെ ക്ലാഷ് ആണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ തമിഴ് സിനിമ തെലുങ്കിലും തെലുങ്ക് സിനിമ തമിഴിലും ഇറങ്ങുന്ന കാലഘട്ടമാണ്. അപ്പം ആരുടെ ഒരു സിനിമയാണ് പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നത്, ആ സിനിമ കുറച്ചും കൂടെ ഒരു പവർ കിട്ടുന്നെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു തമിഴ്നാട്ടിൽ പക്ഷേ എനിക്കിങ്ങനെ അറിയത്തില്ല. കാരണം വിജയുടെ പടം മിക്സഡ് വന്നാലും പ്രഭാസിന്റെ പടം വന്ന വിജയുടെ പടം തന്നെ ഉള്ളൂ കളക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നത്. അതൊരു സത്യമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ തെലുങ്കിലാണെങ്കിൽ ഇപ്പം പ്രഭാസിന്റെ പടത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ജനനായകൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും തെലുങ്കിൽ ജനനായകൻ തന്നെ ആയിരിക്കും കുറച്ചുകൂടി ഒരു പവർ നിൽക്കാൻ പോകുന്നത്. എങ്കിലും രണ്ട് സിനിമകളും നല്ല രണ്ട് സിനിമകളാണെങ്കിൽ ആ സിനിമക്ക് കിട്ടേണ്ട അതേ സെയിം അംഗീകാരം ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. രണ്ട് ബ്രാൻഡ്, ഇപ്പോൾ പ്രഭാസും ഇപ്പോൾ ഒരു ബ്രാൻഡ് തന്നെയാണ്. പുള്ളി ഇന്ത്യൻസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യക്ക് സൂപ്പർ സ്റ്റാറാണ്, അത് നമ്മുടെ രജനീകാന്ത് തന്നെയാണ്. അത് വേറെ ഒരു ഡൗട്ടും ഇല്ല. പ്രഭാസിന് അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർഡം കൊണ്ടാണ് പറയുന്നത്. എന്തായാലും വിജയുടെ ആ ഒരു ലാസ്റ്റ് സിനിമയും പ്രഭാസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാർഡും ഇതാണ് ഈ ക്ലാഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അല്ലെ ഡയറക്ടേഴ്സ് തമ്മിലുള്ള ഒരു സംഭവമൊന്നുമില്ല, ഇവരുടെ സ്റ്റാർസ് തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് സംഭവിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഈ അടുത്ത് വരുന്നതിൽ ഒരു വലിയൊരു ക്ലാഷ് തന്നെയാണ് ഇത് നമ്മുടെ ജനനായകനും രാജസാബും. സിനിമയുടെ ജനർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വ്യത്യാസം ഉണ്ട്. പക്ഷെ അതല്ല നമ്മൾ നോക്കുന്നത്, ഇവരുടെ ആ ഒരു ക്ലാഷ് വരുമ്പോൾ ആരാണ് ജയിക്കുന്നത് എന്നുള്ളതിലാണ് കാര്യം. രണ്ടും ക്ലാഷ് വരുന്ന ജയിച്ച് ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടി പടം ഭയങ്കര വിജയമാകുന്നതൊക്കെ ഓക്കെ, അത് സംഭവിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കായിരിക്കും. പടം പക്ഷെ നന്നായ മതി എന്നുള്ളൊരു ഇതാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിലും ഇവരുടെ ആ ഒരു റേഞ്ച് നമുക്കറിയാം. ഈ സിനിമകളിലൊക്കെ ആണെങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രഭാസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രഭാസിന് സ്റ്റാർട്ടും ഒക്കെ ഉണ്ടെങ്കിലും പുള്ളിയുടെ ഓടിയിട്ടുള്ള സിനിമകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പോസിറ്റീവ് റിപ്പോർട്ട് വന്ന പടങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കയറിയിട്ടുള്ളത്. പക്ഷേ ഈ വിജയുടെ സിനിമകൾക്ക് അങ്ങനെയല്ല. വിജയുടെ പടങ്ങൾ മിക്സഡ് റിപ്പോർട്ട് വന്ന പടങ്ങൾക്കും നല്ല രീതിക്ക് തന്നെ കളക്ഷൻ കയറിയിട്ടുണ്ട്. എന്തായാലും ഒരു ജനുവരി 9-ന് നടക്കാൻ പോകുന്ന ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്ലാഷാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ രണ്ട് സിനിമകൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് സിനിമകളിലെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ ഇതിലെ ഏത് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.